എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ രാവിലത്തെ ചായക്ക് കടി ഉണ്ടാക്കാനായിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് കുത്തപ്പാണ്. എനിക്ക് കുത്തപ്പ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്നാൽ ഷൈജേട്ടന് ഇഷ്ടമേ അല്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കും. ആർക്കും ഇഷ്ടമല്ലെങ്കിലും ഈ കുത്തപ്പ ഉണ്ടല്ലോ, തലേന്നത്തെ കറിയും കൂട്ടി തിന്നുമ്പോൾ ഉണ്ടല്ലോ എന്ത് ടേസ്റ്റാണെന്നറിയാം. കുത്തപ്പ പണി കഴിഞ്ഞിട്ട് ഞാനിതാ പൂക്കളിടാനായിട്ട് വന്നതാട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഡിസൈനിലായിട്ടോ പൂക്കളം ഇട്ടിട്ടുള്ളത്. അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റിൽ എന്തായാലും പറയണം കേട്ടോ. മഴ തലേന്ന് രാത്രി പെയ്തുകൊണ്ടാണ് മുറ്റത്തൊക്കെ ഇത്രയും വെള്ളം, കുറേ ചരലുണ്ടെന്ന് എടുത്ത് മാറ്റി. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു കുഴി പോലെ ആയതുകൊണ്ട് കേട്ടോ വെള്ളം അവിടെ ഇങ്ങനെ കെട്ടിക്കുന്നത്. അപ്പം ഞെട്ടപ്പൂക്കളം ഇഷ്ടമായില്ലേ? അപ്പോൾ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അമ്മയും ഷൈജേട്ടനും പണിക്ക് പോയി. കാശിനെ ഞാൻ അംഗൻവാടി കൊണ്ടുപോയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. തേജീനെ ഉറക്കാൻ നോക്കി, പക്ഷെ ആൾ ഉറങ്ങണില്ല. എനിക്ക് ചോറ് വെക്കാണ്ട്, ഇന്ന് മാത്രമേ ഉള്ളൂ വെക്കാനുള്ളത്. അല്ലാത്തപ്പോൾ അമ്മയ്ക്ക് തൊഴിലുറപ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒന്നായിട്ട് വെക്കലാട്ടോ, ഉച്ചത്തേക്കും രാത്രിക്കൊക്കെ വേണ്ടിയുള്ളത്. അപ്പം ഇന്ന് ഇവിടെ അടുത്താണ് പണി. ചോറ് തിന്നാൻ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ചോറ് വയ്ക്കാനുള്ള ഇന്നത്തെ ഡ്യൂട്ടി എൻ്റേതാട്ടോ. തേജുവിനെ ഞാൻ തൊട്ടിൽ കിടത്തി കുറേ ആട്ടി കൊടുത്തിട്ടോ, ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ആൾ ഉറങ്ങുന്നേ ഇല്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ ആൾ കരയുന്നില്ലല്ലോ കണ്ടപ്പം അരി ഇടാനായിട്ട് വന്നത്. റേഷൻ പീടികയിലെ അരിയാണ്. അഥവാ നേരം വണ്ണം ശ്രദ്ധിച്ചില്ലെങ്കിൽ, അഥവാ വേവൊക്കെ കൂടിപ്പോയാൽ പിന്നെ ഒന്നും പറയണ്ട, കുറച്ച് പഞ്ചസാരയും തേങ്ങയും ചിരവിട്ടാൽ ചക്കരച്ചോറാക്കി തിന്നാം. ഇനി കുറച്ച് നെയ്യൊഴിച്ചേ അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടാൽ നല്ലൊരു റേഷൻ അരി പായസവും ആക്കാം. ആ കോലത്തിലായി പോവും. അപ്പം നല്ലൊരു കൊടുക്ക് പെട്ടെന്ന് പറയാം. ചോറ് ഞാൻ അമ്മനോട് വയ്ക്കാമെന്നും പറഞ്ഞ് ഇയാളൊന്ന് ഉറങ്ങുന്ന പ്രതീക്ഷയിൽ ഇന്നലെ ഉറങ്ങിയിരുന്നു. ഇന്നലെ എൻ്റെ പണി നല്ല രീതിയിൽ കഴിഞ്ഞു. എന്നിട്ട് ഉറങ്ങിയിട്ടുമില്ല. ആ ഗ്യാപ്പിലൊക്കെ എടുത്ത വീഡിയോ കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് എത്രത്തോളം ശരിയാകില്ല എന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ആളവിടെ ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ആ പാത്രങ്ങളൊക്കെ വേഗം കഴുകുന്നുണ്ട്. ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ 2 കുട്ടികൾ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓരോ രണ്ടാളെ ശബ്ദം കൂടി കേൾക്കാം. എൻ്റെ ഒരു വൃത്തികെട്ടൊരു സ്വഭാവമാണ്. ഈ പൈപ്പിൽ നിന്നൊക്കെ പാത്രം കഴുകി അല്ലെങ്കിൽ കൈ കഴുകി കഴിഞ്ഞാലേ നമ്മൾ മാക്സിൻ്റെ സൈഡിൽ തുടങ്ങി. അതാണ് എൻ്റെ മാക്സിൻ്റെ 2 സൈഡിൽ അങ്ങനെ വെള്ളം. ഉറക്കാൻ ശ്രമിച്ചിട്ട് ഏതായാലും അവൻ ഉറങ്ങുന്നില്ല. ഏതായാലും അവൻ അവിടെ ഇരുന്ന് കളിക്കുകയല്ലേ. കളിക്കുന്നിടത്തോളം കളിക്കട്ടെ. ആ ഗ്യാപ്പിൽ എനിക്ക് കഴിയുന്നിടത്തോളം പണികളൊക്കെ ഞാൻ എടുക്കട്ടെ. കാശിമോനായ സമയത്ത്, മൂത്ത മകനായ സമയത്ത് എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യത്തെ അനുഭവങ്ങളിലൂടെയാണല്ലോ പിന്നെ രണ്ടാമത് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കണത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് പണിയൊക്കെ എടുത്ത് കുഴപ്പമില്ലാതെ പോണ്. കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ എൻ്റെ ഇങ്ങനെ യൂട്യൂബ് കാര്യങ്ങളായിട്ട് മെല്ലെ മെല്ലെ പോകുന്നു.
പണി കഴിഞ്ഞ്. അത് വലിയ ഭാരപ്പെട്ട പണിയാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. കുഞ്ഞുങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് അതൊക്കെ നമുക്കൊരു ഭാരപ്പെട്ട പണിയാണ്. അങ്ങനെ കറി വയ്ക്കാണ്ട്, ഇനി തേജ് ഉറങ്ങിയിട്ട് വേണം കറി വയ്ക്കാനായിട്ട്. അപ്പോൾ തേജിനെ ഉറക്കി ഞാൻ അങ്ങനെ മുറ്റത്ത് ഭയങ്കര ശബ്ദം കേട്ട് വാതിലൊന്ന് നോക്കിയപ്പോൾ നല്ല മഴയാട്ടോ. അപ്പോൾ പൂത്തറ ഞാൻ ഇനി ആകെ കൂടി നാശം ഉണ്ടായിച്ചിട്ടൊരു ഷീറ്റിട്ട് മൂടിയതാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റ ബൈ, സീ യു.